ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു തട്ടിക്കൂട്ട് മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടാതെ ലൈക്കും ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ 3 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ അങ്ങനെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്നു പരിപ്പും 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കുക കേട്ടോ. ഇനി അതിലോട്ട് ഞാനിതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള ചതുരത്തിൽ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നല്ലപോലെ വഴണ്ട് സോഫ്റ്റായിട്ട് വരുമൊന്നും വേണ്ട. അപ്പോൾ അതാ ഏകദേശം ഉള്ളി ഒന്ന് വഴണ്ട് വന്ന് നോക്കുമ്പോൾ അതിലോട്ട് ഞാനിതാ 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവാക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇനി നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ചിട്ട് ഉടച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ അവിടെ മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു ടൈമിൽ അരിഞ്ഞ് ചേർക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതാ ദോശമാവ് വെച്ചിട്ട് നന്നായിട്ട് ഒരു ദോശ ചുട്ടെടുക്കാം കേട്ടോ. അധികം കനമൊന്നും ഇല്ലാതെ ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. 4 പുറം നെയ്യാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഈ മസാല നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോളിന്ന് മസാല ദോശ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിതിൽ പെട്ടെന്ന് ഉള്ള ഒരു മസാല തയ്യാറാക്കലാണ് കേട്ടോ. ഇതിൽ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. വെറും ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളർഫുൾ മസാല തന്നെ നമുക്ക് കിട്ടുട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അത് അടിപൊളി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.